ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മറിയൻ ഡിസൈൻസ്. ഞാൻ ഒരു മിക്കി മൗസിൻ്റെ കോസ്റ്റ്യൂമുള്ള ഉടുപ്പ് കട്ട് ചെയ്യണതിൻ്റെ സ്റ്റിച്ച് ചെയ്യുന്നതിൻ്റെ വീഡിയോ പാർട്ട് 1 and 2 ആയിട്ട് അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ പാർട്ട് 3 ആയിട്ട് നമുക്ക് ഈ ബോ ചെയ്യാമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ തിരക്കും കാര്യങ്ങളൊക്കെ കാരണം ഞാനതിൻ്റെ വീഡിയോ ഇച്ചിരി താമസിച്ചു പോയി. അപ്പോൾ നമുക്ക് 8 ഫ്രോക്കാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഇതുപോലത്തെ കമ്പിയുടെ ഹെയർ ബാൻഡാണ് എടുത്തേക്കുന്നത്, പ്ലെയിൻ ആയിട്ടുള്ളത്. പിന്നെ ഇതിൻ്റെ പീസസ് എല്ലാം കട്ട് ചെയ്തെടുത്തേക്കുന്ന വീഡിയോ ഇതിന് മുമ്പ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ മെഷർമെൻറ്റൊക്കെ ഒന്ന് നോക്കാം. നമുക്ക് ഒരു ബോയ്ക്ക് വേണ്ടിയിട്ട് 2 കളർ മെറ്റീരിയൽ വേണം. ഫ്രോക്കിൻ്റെ കോസ്റ്റ്യൂമിൻ്റെ ആ 2 കളേഴ്സും വേണം. അതിലൊരു കളറ് വലുതായിട്ടും ഒരു കളറ് ചെറുതായിട്ടുമാണ് നമ്മൾ കട്ട് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഒരെണ്ണത്തിൻ്റെ വിഡ്ത്ത് വന്നിട്ട് 6 ഇഞ്ചാണ്. അതുപോലെ അതിൻ്റെ ലെങ്ത്ത് വന്നിട്ട് 9.5 ഇഞ്ചാണ് വരുന്നത് കേട്ടോ. അപ്പോൾ ഇതിനേക്കാളും ചെറിയ അളവിലാണ്, അതിനേക്കാളും 1 ഇഞ്ച് ഒക്കെ കുറച്ചിട്ട് വേണം നമ്മൾ അടുത്ത ചെറിയ പീസ് എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇവിടെ വെൽവെറ്റിൻ്റെ ചെറിയ പീസ് ഞാൻ 5.5 ഇഞ്ച് വിഡ്ത്തിലും ലെങ്ത്ത് 7 ഇഞ്ച് ലെങ്ത്തിലുമാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ 5.5 ഇഞ്ച് എന്നുള്ളത് നമുക്ക് 5 ഇഞ്ചൊക്കെ എടുത്താലും മതി കേട്ടോ. അപ്പോൾ കുറച്ച് വീതി നീളവും ആദ്യം എടുത്ത പീസിനേക്കാളും കുറച്ച് വേണം നമ്മൾ എടുക്കാൻ. അതിനുശേഷം 2 പീസിൻ്റെയും അരികെ നമുക്കിതുപോലെ മടക്കിയെടുക്കണം. വീതി ഭാഗമാണ് നമ്മൾ അടിച്ചെടുക്കേണ്ടത്, കുഞ്ഞായിട്ട് മടക്കി അടിച്ചെടുക്കണം. അതുപോലെ വെൽവെറ്റിൻ്റെ ഞാൻ കട്ടി കൂടുതലായിട്ട് മടക്കുമ്പോൾ ഒരുപാട് പോയാലോ എന്ന് വിചാരിച്ചിട്ട് ലോക്ക് ചെയ്തെടുക്കുകയാണ് ചെയ്തത്. അല്ലാണ്ട് നമുക്കിത് റെക്റ്റാങ്കിൾ ഷേപ്പിന് തന്നെ തയ്ച്ചെടുത്തിട്ട് ഒരു ഭാഗം കട്ടിട്ട് കൊടുത്തിട്ട് ആ ഓപ്പണിങ്ങിൽ കൂടെ മറിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ ഇതുപോലെ ഈസി ആയിട്ട് അറിയില്ലാത്തവർക്ക് വേണ്ടിയിട്ട് ഇതുപോലെ നമുക്ക് ചെയ്തെടുക്കാം. ഇനിയാകുമ്പോൾ നമുക്ക് മറിച്ചെടുക്കാനൊക്കെ എളുപ്പമുണ്ടാവും. അപ്പോൾ ഒരു പീസ് അങ്ങോട്ടും ഒരു പീസ് ഇങ്ങോട്ടും വെച്ച് കൊടുത്ത് ഓവർലാപ്പ് ചെയ്യുന്ന രീതിയിൽ വെച്ച് കൊടുത്തിട്ട് 2 സൈഡിൽ ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത് എടുക്കുക. അപ്പോൾ നമുക്ക് ആ സെൻറ്റർ പോർഷൻ ഓപ്പൺ ആയിട്ടാണ് കിടക്കുന്നത്. ആ പോർഷനിൽ കൂടെ നമുക്ക് ഈ പീസ് ഇതുപോലെ മറിച്ച് എടുക്കാം കേട്ടോ. അപ്പോൾ 2 പീസും അതുപോലെ തയ്ച്ചെടുത്തതിന് ശേഷം മറിച്ചെടുക്കുക. അതിന് ശേഷം ഇതിൻ്റെ സെൻറ്ററിൽ കൂടെ ഒന്ന് നമ്മൾ ഇതുപോലെ പ്ലീറ്റ് ഇട്ട് കൊടുത്തിട്ട് തുന്നിയെടുക്കണം. അപ്പോൾ 2 പീസും തുന്നിയെടുത്തിട്ട് ഒന്നിന് മുകളിൽ ഒന്നായിട്ട് വെച്ച് കൊടുത്തിട്ടാണ് നമ്മൾ ഈ ബോ സെറ്റ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ നമുക്ക് ആദ്യമേ റെഡ് പീസ് തുന്നിയെടുക്കാം. റെഡ് പീസ് ഇതുപോലെ നന്നായിട്ട് തുന്നിയെടുത്തിട്ട് അതുപോലെ തന്നെ ബാക്ക് പീസും ബ്ലാക്ക് പീസും തുന്നിയെടുത്ത് രണ്ടും ഒന്നിന് മുകളിൽ ഒന്നായിട്ട് വെച്ച് കൊടുത്ത് രണ്ടും തമ്മിലും ഒന്നുകൂടി ജോയിൻ ചെയ്ത് എടുക്കാം. ഗ്ലൂ ഗണ്ണൊക്കെ ഉപയോഗിച്ച് നമുക്ക് ചെയ്യാം കേട്ടോ. പക്ഷേ കുട്ടികളൊക്കെ ആകുമ്പോൾ ഒന്ന് പിടിച്ച് വലിക്കുമ്പോൾ തന്നെ അത് ചിലപ്പോൾ വിട്ടുപോകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഏറ്റവും ബെറ്റർ ആയിട്ടുള്ള ഭാഗം ഇങ്ങനെ തന്നെ ചെയ്യണം കേട്ടോ. അപ്പോൾ ഇതുപോലെ ഹെയർ ബാൻഡ് അതിൻ്റെ ഉള്ളിലേക്ക് വെച്ച് കൊടുക്കുക. 2 പീസിൻ്റെ ഇടയ്ക്കേക്ക് ഇതുപോലെ ഹെയർ ബാൻഡ് വെച്ച് കൊടുക്കുക. വളരെ ഈസി ആയിട്ട് നമുക്ക് ഈ മിക്കി മൗസിൻ്റെ ഹെയർ ബാൻഡ് ചെയ്തെടുക്കാവുന്ന ഒരു മെത്തേഡാണ് ഞാൻ കാണിക്കുന്നത്. നമുക്കിത് ഹെയർ ബാൻഡിലേക്ക് വെച്ച് കൊടുത്ത് ഗ്ലൂ ഗൺ വെച്ച് ഉപയോഗിച്ച് നമുക്ക് സ്റ്റിക്കി ആയിട്ട് എടുക്കാം. പക്ഷേ ഇവിടെ നമുക്ക് പിള്ളേരെ ഉപയോഗിക്കുമ്പം വിട്ടു പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഫേമായിട്ട് തന്നെ തുന്നി കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ എല്ലാ ബോയും ഞാൻ ഇതുപോലെ തുന്നിയെടുത്തിട്ടുണ്ട്. അപ്പോൾ വളരെ എളുപ്പത്തിൽ തന്നെ നമുക്ക് ഈ ഹെയർ ബാൻഡ് ചെയ്തെടുക്കാം. നമുക്ക് പെട്ടെന്ന് ചെവി ഇരിക്കുന്ന രീതിയിൽ 2 ബോയും മുകളിലേക്ക് നിവർന്ന് നിൽക്കണം. അപ്പോൾ സാധാരണ ബോ ചെയ്യുമ്പോൾ നമ്മളിങ്ങനെ കിടത്തി ഇടുകയാണ് ചെയ്യാറ്. പക്ഷേ ഇത് നമുക്കിതുപോലെ മുകളിലേക്ക് പൊങ്ങി നിൽക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇങ്ങനെ ചെയ്തെടുക്കുകയാണെങ്കിൽ വളരെ എളുപ്പത്തിൽ തന്നെ നമുക്ക് ചെയ്യാം കേട്ടോ. ഇപ്പോൾ മിക്കിയുടെ ചെവി നിൽക്കും പോലെ തന്നെ ബോ നിൽക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ നിൽക്കണമെങ്കിൽ നമുക്കിതുപോലെ ചെയ്തെടുത്താൽ മതി. വളരെ ഈസി ആയിട്ട് തന്നെ നമുക്ക് ഈ ബോ ചെയ്തെടുക്കാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ പുതിയ വീഡിയോസൊക്കെ ആയിട്ട് വരുന്നവരെ എല്ലാവർക്കും ബൈ ബൈ. താങ്ക് യു ഫോർ വാച്ചിങ്.